ஸ்மோக்கிங் காசஸ் கேன்சர். ஸ்மோக்கிங் கில்ஸ். புகைப்பிடித்தல் புற்றுநோயை உண்டாக்கும் மற்றும் உயிரை கொல்லும். லிக்விட் ட்ரிங்கிங் இஸ் இன்ஜுரியஸ் டு ஹெல்த். மது அருந்துதல் உடல் நலத்துக்கு கேடு. பி சேஃப், டோன்ட் ட்ரிங்க் அண்ட் டிரைவ். பாதுகாப்பாக இருப்பீர். மது அருந்துவிட்டு வாகனம் ஓட்டாதீர். ഇതെൻ്റെ അവസാനമായിരിക്കാം. ഞാൻ ഓർമ്മയായാലും ഈ മരം ഇവിടെ ജീവിക്കും. ഈ ലോകം എത്ര സുന്ദരമാണെന്ന് ഓർമ്മിപ്പിക്കും. ഈ തൈ എൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ഓരോ ജീവനും വിലപ്പെട്ടതാണെന്നും നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ എല്ലാം കടമയാണെന്നും ഈ ഭൂമിയെ നമുക്ക് ഒരുമിച്ച് കാത്തു സൂക്ഷിക്കാം. നല്ല നാളുകൾ ഉണ്ടാകട്ടെ. ആ കാണുന്ന ആദിവാസികളുടെ വീടൊക്കെ ഇല്ലേ, അതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പ്രൈം ലൊക്കേഷൻ. കുറേ ശ്രമിച്ചത് അവർ ഒഴിപ്പിക്കാൻ, ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. സാറേ, നമ്മൾ ഇതേപോലെ കൊറോണത്തിന് കണ്ടിട്ടില്ല. ഇവർ കൂടിപ്പോയി കുരയ്ക്കും, പക്ഷെ കടിക്കത്തില്ല. നാല് ദിവസം, അതിൽ കൂടുതൽ സമയം കിട്ടില്ല. ഇൻവെസ്റ്റേഴ്സ് എല്ലാം വെയിറ്റിംഗ് ആണ്. ചെയ്യേണ്ടത് ചെയ്താൽ തനിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടും. എടാ ജേക്കബേ, പീരുമേട്ടിൽ പുതിയ CI വന്നെന്ന് കേട്ടല്ലോ. സ്റ്റാർട്ടിങ് നമ്മളെ പിള്ളേർ വിളിച്ചായിരുന്നു. അവിടെ മൊത്തം ആകെ സീനാണെന്നാണ് പറയുന്നത്. നാട്ടുകാർ മൊത്തത്തിൽ പ്രശ്നമാണ്. എന്ത് ചെയ്യുന്ന ഐഡിയ ഉണ്ട്? CI ഉണ്ടല്ലോ, CI റോയ്, അവനെ വിളിക്കാം. അവൻ സെറ്റാക്കുമല്ല.
ശരി ബോസ്, ഞാനിപ്പോൾ ബെൻസാറിനെ വിളിക്കാം. ഹലോ ബെന്നി സാറല്ലേ? ആ സാറേ, പിന്നെ CI സാറിനെ വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നേ. നമ്മുടെ കാട്ടിലെ പ്രശ്നം ഇച്ചിരി വഷളായിട്ടുണ്ട്. അവിടുത്തെ നാട്ടുകാരെല്ലാം ഇറങ്ങിയെന്നാ പറയുന്നത്. സാറിനോടൊന്ന് പറഞ്ഞേക്കാവോ? സാറ് ഇവിടെ ഒരുത്തനായിട്ട് ചാമ്പിക്കൊണ്ടിരിക്കുക, അതായിരിക്കും എടുക്കാന്. ഞാൻ പറയാം. പിന്നെ സാറ് CI സാറിന്റെ അക്കൗണ്ടും കൂടെ ഒന്ന് നോക്കാൻ പറയണേ. ഓ, അതൊക്കെ നമുക്കറിയാലോ ഇനി എന്താ നടക്കാൻ പോകുന്ന. ഓക്കെ, ശരി 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 നടക്കട്ടെ. ശരി സാർ, ശരി സാർ. സാർ, ആ സെല്ലിൽ കിടക്കുന്ന അവന് ജീവനില്ല. സാറൊന്നും പറഞ്ഞില്ല. കണ്ട പല്ലിയും പറ്റും ചത്ത കാര്യം എന്തിനാ നീ ഇവിടെ ഒന്ന് പറയുന്നേ? നിനക്കറിയത്തില്ലേ എന്തോ ചെയ്യേണ്ടതെന്ന്? പോകുന്ന വഴി അവനെ കൊക്കയിലോട്ടം കളയണം. നീ വന്ന കാര്യം പറഞ്ഞിട്ട് പോ. അത് പിന്നെ കാട്ടിലെ പ്രശ്നം കുറച്ച് വഷളായി. കോൺട്രാക്ടർ ഒന്ന് വിളിച്ചായിരുന്നു. കോൺട്രാക്ട് എന്തോടാ ചെരക്കായിരിക്കുവാണോ? അല്ല സാറേ, കോൺട്രാക്ടർ സാറിൻ്റെ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞായിരുന്നു. നമ്മുടെ പിള്ളേരേക്ക് വിട്ടോ. അവന്മാരൊന്ന് രണ്ട് കാര്യം മര്യാദയ്ക്ക് നടക്കില്ല. ഞാൻ കുറയാന്ന് വിട്ടുതരില്ല, വിട്ടുതരില്ല, ഞങ്ങളുടെ കാട് വിട്ടുതരില്ല. ഈ ഭൂമി കിട്ടുന്ന പൈസക്ക് വാങ്ങിച്ചതിന് ശേഷം പോകാൻ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ഇത് ഞങ്ങളുടെ കാടാ. നിങ്ങൾക്ക് തോന്നിയ പോലെ പറഞ്ഞിട്ട് അത് ഇത് ചെയ്യാന്ന് വെച്ചാല് അത് നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഇവിടുത്തെ പോലീസുകാരും CI ഒന്നും അത്ര ശരിയില്ല. നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ ഈ കാട് വിട്ടു പോകണം. മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു. ഇനി എന്താന്ന് വെച്ചാൽ സാറ് തീരുമാനിച്ചോളൂ. പോയി സാറേ, അവന്മാര് പിന്നെയും പ്രശ്നം ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട്. മാർക്ക് കിട്ടിയതൊന്നും പോരാടാ. നീ വാ. നിങ്ങൾക്കൊന്ന് SI സാർ പറഞ്ഞാൽ മനസ്സിലായില്ലേ? കിട്ടുന്ന കാശ് വാങ്ങിച്ച് നാളെ ഇനി ഒന്ന് ഇവിടെ കണ്ടുപോയില്ലേ, പൊക്കോണം. അതെങ്ങനെ ശരിയാകും സാർ? ഇത് ഞങ്ങളുടെ സ്ഥലമല്ലേ. നീ കൂടുതൽ സംസാരിക്കല്ലേ. താനൊക്കെ ഒരു പോലീസുകാരനാണോ? തന്നെ പല ആൾക്കാരാണ് ഇതുപോലെ നാടിനെ നശിപ്പിക്കുന്നത്. എന്തുവാണോ താൻ പോലീസ്? ഒന്ന് സാറേ, നാട്ടുകാരെ ശ്രദ്ധിക്കുന്നു സാറേ. സാറേ വീട് സാറേ, വീട്. റോഡിലാണോ വട്ടം ചാടുന്നത്? എടുത്ത് മാറ്റ്. നാശത്തിലേക്ക് നിന്റെ പോക്ക് കാണുന്നവർക്കറിയില്ല, കാണുന്ന തൊട്ടാ നീ അറിയും. നമ്മളിത് കുറെ കേട്ടിട്ടുള്ളേ. മാറി. കണ്ടില്ലേ നീ? കാരണം എത്ര ജീവജാലങ്ങളാ പോയിരിക്കുന്നേ, എത്ര ജീവിതങ്ങളാ പൊളിഞ്ഞിരിക്കുന്നേ, എന്തൊക്കെ നശിച്ചെന്ന് നീ കണ്ടോ? ഇതൊക്കെ ആര് കാരണ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ?
എടാ നീ ഇപ്പൊ എവിടാ എവിടാ? ഞാൻ ക്വാർട്ടേഴ്സിലുണ്ട് സാർ. എന്തായിരുന്നു? എടാ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല സാർ, എനിക്ക് ഒരു കുഴപ്പമില്ല. എടാ മറ്റേ കാട്ടൊരു പഴയ സ്ത്രീയില്ലേ, അവരിപ്പോ എവിടെ കാണും? ആ സ്ത്രീ എവിടെയാണ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല സാർ. ഉൾക്കാട്ടിൽ എവിടെയോ താമസം. എന്തായിരുന്നു സാർ? സാർ ഓക്കെ അല്ലേ സാർ? ആടാ ഓക്കെ. എടാ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ സാർ, ഓക്കെ സാർ. അമ്മേ ക്ഷമിക്കണം അമ്മേ, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. പൊറുക്കണം, ഞാൻ ചെയ്തല്ലേ തെറ്റ്. പൊറുക്കണം അമ്മേ. ഭൂമി അമ്മയാണ്. മക്കൾ ചെയ്ത അമ്മയ്ക്ക് പുറത്തേ പറ്റൂ. അവളെ മുറിവേൽപ്പിച്ചവനും അവളുടെ മടിയിൽ വീണവനും ഞാൻ തന്നെയാണ്. എനിക്കപ്പോൾ മനസ്സിലായി, ഭൂമി ശപിക്കുന്നില്ല, അവൾ പഠിപ്പിക്കുന്നു. നമ്മളിപ്പോൾ കണ്ടത് വെറും ഒരു കഥയല്ല, ഒരു ശക്തമായ ഓർമ്മപ്പെടുത്തലാണ്. പ്രകൃതി എന്നത് വെറും കാടും മലയും പുഴയും മാത്രമല്ല, പ്രകൃതി ജീവൻ തന്നെയാണ്. ഓരോ വർഷവും ശരാശരി 700 കോടിയോളം മരങ്ങളാണ് വെട്ടി നശിപ്പിക്കപ്പെടുന്നത്. അതായത് ഏകദേശം 27 ഫുട്ബോൾ ഫീൽഡുകളുടെ വിസ്തീർണമുള്ള കാടുകൾ. 430 മില്യൺ ടൺ പ്ലാസ്റ്റിക്കാണ് ഓരോ വർഷം തോറും നാം ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് ഇപ്പോൾ പ്രകൃതിയിൽ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരുടെയും രക്തത്തിലും മാംസത്തിലും മസ്തിഷ്കത്തിലും, എന്തിനേറെ മുലപ്പാലിൽ വരെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. പ്രകൃതി നമ്മുടെ അമ്മയാണ്. ഈ ഒരു പരിസ്ഥിതി ദിനത്തിൽ നമുക്കൊരു നിമിഷം കാതോർക്കാം. നമ്മുടെ അമ്മയ്ക്ക് നമ്മോട് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. കാരണം ഇപ്പോൾ പ്രകൃതിയെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് സംരക്ഷിക്കാൻ ഒന്നുമുണ്ടാവില്ല. The time for change is not tomorrow, it's today. എവിടായിരുന്നു മുത്തേ? കുറെ നാളായിരുന്നു. എന്താ വയറൊന്നും ഇല്ലല്ലോ, നീ കുടിക്കാറൊന്നും ഉണ്ട്. മാമ ചെറിയ സാധനം ഉണ്ട്, വേണോ? ഇവിടെ
രാത്രിയോടെ തീർക്കുന്നത് കുഴപ്പമില്ല മോളെ, നാളെ കോളേജിലോട്ട് വാ, നമുക്ക് ശരിയാക്കാം. നമുക്കൊരു പണിയുണ്ട്. താഴോട്ട് നമ്മളെല്ലാ പിള്ളേരെയും വിളിച്ചുകൊണ്ട് വന്ന് താഴോട്ടൊന്ന് വരാം. എടാ, ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ കുട്ടി. എന്താണ് പ്രശ്നം? എൻ്റെ വീട് ഞങ്ങളെ കോളേജിൻ്റെ ആ വഴിയിലാണ് എൻ്റെ വീട്. വീടിൻ്റെ അടുത്തിട്ട് വന്നിട്ട് ബിവറേജ് ഉണ്ട്. അവിടെയുള്ള കടകളുടെമാരാണെങ്കിൽ എൻ്റെ വീടിൻ്റെ വഴിയിലൊക്കെ കൊണ്ട് കുപ്പി കിടക്കും. കുപ്പിയും ഈ വേസ്റ്റ് അവർ കഴിക്കുന്നതിൻ്റെ വേസ്റ്റുകൾ ഞങ്ങൾ എന്ന് വൃത്തിയാക്കും. എൻ്റെ എത്ര അതോറിറ്റികൾ പറഞ്ഞ് എത്ര സാർവൽപ്പി കണ്ടു, ആരും നമ്മളത് സഹായിക്കില്ലത്. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ? വിഷമിക്കാതെ, എനിക്ക് പരിഹാരം കാണാം, പേടിക്കണ്ട. എടാ, നിങ്ങളും കണ്ടതല്ലേ കുഞ്ഞു വന്ന് പറഞ്ഞേ, നമ്മുടെ കോളേജിന്റെ തൊട്ടടുത്തല്ലേ നടക്കുന്നേ. എന്നിട്ട് നമ്മളത് കാണാണ്ടിരിക്കുന്നത് ശരിയാണോ? വേറെ ആരോടും ഒരു പറഞ്ഞിട്ട് കാര്യമില്ല എന്നുണ്ടല്ലേ ആ കുട്ടി നമ്മുടെ അടുത്ത് തന്നെ വന്നേ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? വി ഷുഡ് ഡു സംതിങ്. പുതിയൊരു ബോർഡ്, മാലിന്യം നിക്ഷേപിക്കരുത്, ഇവിടെ മാലിന്യം CCTV. അയ്യോ, 1,00,000 രൂപ ഫൈനോ? ദൈവമേ, തീർന്ന് ഫൈൻ ഉറപ്പ്. എനിക്ക് ആരെങ്കിലും കണ്ടുകൊണ്ട് അയ്യോ 0. അമ്മേ, തീർന്ന് പള്ളി മുള്ളാൻ പോലെ അങ്ങ് നിൽക്കാം. ഈശ്വര, കാണാതിരുന്നാൽ മതി. അമ്മ വരണം. അയ്യോ, തീർന്നു. അയ്യോ, വരണടേ. വന്നേ, എന്തോടെ പരിപാടി? പിന്നെ ഇവൻ നമ്മുടെ കൈക്ക് പണി ഉണ്ടാക്കും. നീ അങ്ങോട്ടൊന്ന് ഇറങ്ങി. എന്തുവാടാ അത്? എന്തോ എൻ്റെ കയ്യില്? കാണി, എന്തോ എന്തോടാ? ആ, എങ്കി തന്നേ. ബെന്നിയേ, ഇതങ്ങോട്ട് മാറ്റി വെച്ചേ. തൊണ്ടി മുതല നീ എൻ്റെ പഴയ സ്വഭാവമാണ്. നിന്നെ ഇപ്പം ഞാൻ ലോക്കപ്പിൽ കയറ്റി ചാമ്പ്യനെ. വായിച്ചോ? മലയാളം അറിയാവോ? ആ പങ്കജസ്തൂരി പഠിക്കുന്ന പിള്ളേർ, പാവപ്പെട്ട പിള്ളേരെല്ലാം കൂടെ വൃത്തിയാക്കിയോണ്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു വേസ്റ്റ് ഇല്ലാത്ത. എന്നെ പോലത്തെ കള്ളുടിയന്മാരെല്ലാം വന്ന് ഇവിടെ മൊത്തം വേസ്റ്റ് ഇട്ടേക്ക് വരുന്നത്. ആ പിള്ളേരെല്ലാം കൂടെ ഇത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ എങ്ങനെ ഇരുന്നേനത്? നീ വെള്ളം അടിച്ചോ? വെള്ളം അടിച്ചിട്ട് ആ കുപ്പി എവിടെ കളയണം? ഇത് കളയാൻ വേണ്ടി ഓരോ സ്ഥലം ഗവൺമെന്റ് നിർമ്മിച്ചിട്ടുണ്ട്, അവിടെ കൊണ്ട് കളയണം. കുപ്പിടുറോ അവന്? കാണിച്ചു തരാം. കണ്ടോ നീ? ഇത് വായിച്ചേ. ആ പിള്ളേരെല്ലാം കൂടെ പണിഞ്ഞ സ്ഥലമാണിത്. അവരെല്ലാം കൂടെ അവരുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഇപ്പോൾ കാണുന്നത്. അത് തുറന്ന് നീ അതിൽ വേസ്റ്റ് ഇട്. മനസ്സിലായോ? നീ എന്നെ കൊണ്ട് പഴയ സ്വഭാവം എടുപ്പിക്കോടാ. എന്നാ വീട്ടിൽ പോടാ. എത്രയൊക്കെ ശ്രമിച്ചാലും, എത്രയൊക്കെ പാടുപെട്ടാലും, എത്രയൊക്കെ മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹിച്ചാലും ഇതൊക്കെ തന്നെ അവസ്ഥ. കുറച്ച് കുട്ടികൾ ചേർന്ന് മാറ്റം വരുത്താൻ ശ്രമിച്ചാലും അത് മാറണമെന്നില്ല. മാറണമെങ്കിൽ അത് നമ്മുടെ സമൂഹം വിചാരിക്കണം, സമൂഹത്തിലെ ഓരോ വ്യക്തിയും വിചാരിക്കണം. എല്ലാവരും ഒന്നായി ചേർന്ന് ശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ നാട് നന്നാവൂ. സോ ലെറ്റ്സ് സ്റ്റാൻഡ് ടുഗദർ ഫോർ എ ന്യൂ ചേഞ്ച്.
എന്തിനാ കളഞ്ഞിട്ട് പോകുന്ന ഈ കുപ്പിയെ? ദാഹിച്ചിട്ട് വയ്യ, കയ്യിലാണെങ്കിൽ ഇച്ചിരി കാശ് പോലും ഇല്ല. ഈ കുപ്പിയിൽ ഇച്ചിരി വെള്ളം പിടിച്ച് അങ്ങനെയെങ്കിലും ഒന്ന് കുടിക്കാലോ. വല്ലാണ്ട് നന്നായി പോലോ. ശരിയാണ് സാറേ, നല്ലെങ്ങനെയാണ് നല്ലായിരുന്നു. നന്നാവണ്ടേ? എൻ്റെ അമ്മേ ഫോണുണ്ടല്ലോ. ആ കാർഡിൽ പിന്നെ കോണ്ടാക്ട് ആൾക്കാർ ശല്യമാക്കുന്നു.